എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവരാത്രിയുടെ രണ്ടാമത് ദിവസത്തെ തത്വമാണ് നമ്മൾക്ക് പരിചയിക്കാനുള്ളത്. അതിൽ തന്നെ ദശമഹാവിദ്യയിലെ താര, നവദുർഗയിൽ ബ്രഹ്മചാരിണി. താരയെ അധികം ആൾക്കും കൃത്യമായ ഒരു ധാരണ ഇല്ലാത്ത ഒരു ദേവതാ സങ്കല്പമാണ് ദശമഹാവിദ്യത്. അതെന്തുകൊണ്ടെന്നാൽ കേരളത്തിലോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലോ ഉള്ള ഒരു സങ്കല്പത്തിൽ നിന്ന് ദശമഹാവിദ്യയിലെ സങ്കല്പവുമായിട്ട് ഒരു വലിയൊരു താതാത്മ്യം നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. താര യഥാർത്ഥത്തിൽ ഹൈന്ദവ പാരമ്പര്യത്തിലും ബൗദ്ധ പാരമ്പര്യത്തിലും നിറഞ്ഞിരിക്കുന്ന ഒരു സാന്നിധ്യമാണ്. സനാതന സ്രോതസ്സുകളിൽ തന്നെ അല്ലെങ്കിൽ പരമ്പരയിൽ നോക്കിയാൽ താരയെ ഉഗ്രമൂർത്തിയായിട്ടും സൗമ്യമൂർത്തിയായിട്ടും കാണാം. സനാതന ധർമ്മ സ്രോതസ്സുകളിൽ താരയുടെ നിരവധി രൂപങ്ങൾ യഥാർത്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ടിബറ്റൻ ബുദ്ധമതത്തിൽ താരയുടെ പ്രതിരൂപത്തിൽ ആധിപത്യം പുലർത്തുന്ന വളരെ സൗമ്യയായ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ നമ്മൾക്ക് ഈ പറയുന്ന മറ്റ് പന്ഥാവിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഹിന്ദു സ്രോതസ്സുകളിലെ താരയെക്കുറിച്ച് മിക്കവാറും എല്ലാ വിവരണങ്ങളും അവളുടെ ഉഗ്രവും പലപ്പോഴും ഭയാനകവുമായ രൂപത്തെയാണ് ഊന്നി പറയുക. ബുദ്ധമത പാരമ്പര്യത്തിലെ ഭയാനകമായ താര കുരുകുല്ലയെയും മഹാചീന താരയെയും ഓർമ്മിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ സനാതന പശ്ചാത്തലത്തിൽ താരയ്ക്ക് സൗമ്യവും കരുണാമയവുമായ വശങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ സാധാരണയായി അവളുടെ ഭയാനകമായ വശങ്ങളാണ് കൂടുതലും നമ്മൾക്ക് പരിചിതം. യഥാർത്ഥത്തിൽ മന്ത്രമഹോദതിയിലൊക്കെയുള്ള താരയുടെ ധ്യാന ശ്ലോകമൊക്കെ പരിശോധിച്ചാൽ നമ്മൾക്ക് അതിലെ ആ ഉഗ്രത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ തന്നെ ചിലതിൻ്റെ അർത്ഥം പറയുന്നത്, പ്രപഞ്ചം മുഴുവനും വലയം ചെയ്യുന്ന വെള്ളത്താമരയിൽ സ്ഥിതി ചെയ്യുന്ന 3 ലോകങ്ങളുടെയും ദിവ്യമാതാവായ അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അതിൽ തന്നെ ഇടത് കൈയിൽ അവളൊരു കത്രികയും അതുപോലെ തന്നെ തലയോട്ടി വലത് കൈയിലും അതുപോലെ വാളും നീലത്താമരയൊക്കെ പിടിച്ചിരിക്കുന്ന അവളുടെ ഗുണഗണങ്ങൾ പറയുന്നുണ്ട്. അവളുടെ നിറം നീലയായിട്ടാണ് സങ്കല്പിച്ചിട്ടിരിക്കുന്നത്. പ്രസ്തുത ധ്യാന ശ്ലോകത്തിൽ ആഭരണങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നതും മനോഹരമായ സർപ്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ അവളുടെ കണ്ണുകൾ ചുവന്ന ത്രിനേത്രങ്ങളാണ്. അവളുടെ മുടി ശരിക്കും തവിട്ട് നിറത്തിലുള്ള ഒരു ഒറ്റ ജടയായി കെട്ടിയിരിക്കുന്നതും അതുപോലെ അവളുടെ നാവ് സദാ ചലിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ചലനാത്മകവുമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവളുടെ ദംഷ്ട്രകളും വായും ഭയങ്കരമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവൾ യഥാർത്ഥത്തിൽ അരയിൽ വസ്ത്രമായി ആഭരണം അണിഞ്ഞത് അല്ലെങ്കിൽ വസ്ത്രമായി അലങ്കരിച്ചിട്ടുള്ളത് ഈ പറയുന്ന കടുവത്തോലാണ്. ഒരു സർപ്പത്തിൻ്റെ രൂപത്തിലുള്ള ഒരു മുനി, അതായത് ഈ ജട സർപ്പം കൊണ്ട് കെട്ടിയ ആ ജടയിൽ അക്ഷോഭ്യനായ ഒരു മുനി, അക്ഷോഭ്യൻ തലയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ശിരസിൽ സ്ഥിതി ചെയ്യുന്നു. അവളുടെ നിൽപ്പാണെങ്കിൽ ഒരു ശവത്തിൻ്റെ ഹൃദയത്തിലാണ്. അവളുടെ സ്ഥനങ്ങൾ കഠിനമായ സ്ഥനങ്ങളാണ്. 3 ലോകങ്ങളുടെയും യജമാനത്തിയായി അങ്ങനെ വിരാജിക്കുന്ന ആ ധ്യാനം അല്ലെങ്കിൽ ഭഗവതിയുടെ രൂപം. അപ്പം ഒരു സ്ഥലത്ത് നമ്മൾ വളരെ സൗമ്യമായ സുന്ദരിയായ ഒരു സ്ത്രീയായി കാണുന്ന സമയത്ത് വേറൊരു സ്ഥലത്ത് യഥാർത്ഥത്തിൽ ഇതുപോലെ ഘോരരൂപിണിയായിട്ട് കാണും. അപ്പോൾ താരയുടെ മറ്റ് രൂപങ്ങളും ഒരുപോലെ ഈ പറയുന്ന പോലെ നമ്മൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് സ്വീകരിക്കാൻ സാധിക്കില്ല. തന്ത്രസാരത്തിൽ നിന്നുള്ള നീലസരസ്വതി എന്ന രൂപത്തിൽ താരയുടെ ധ്യാനം നോക്കുന്ന സമയത്ത് അത് പറയുന്നത്, അല്ലയോ നീലസരസ്വതിയായ മാതാവേ, ഞാൻ നിന്നെ വണങ്ങുന്നു, നീ ക്ഷേമവും ഐശ്വര്യവും നൽകുന്നവളാണല്ലോ. ഒരു ശവത്തിൻ്റെ ഹൃദയത്തിൽ നീ സ്ഥിതി ചെയ്യുന്നു, ആക്രമണോത്മകമായിട്ട് മുന്നേറുന്നു. അതുപോലെ തന്നെ അങ്ങേക്ക് 3 ഭയാനകവും തിളക്കമുള്ളതുമായ നേത്രങ്ങളും ഒരു കപാലപാത്രം, തലയോട്ടിയുടെ ഒരു കപാലപാത്രം, ഒരു കത്രിക, അതുപോലെ ഒരു വാള് എന്നിവ വഹിക്കുന്നു. നിന്റെ രൂപം ജ്വലിക്കുന്ന അഗ്നി പോലെ തിളങ്ങുന്നു. അങ്ങനെ ആ വിവരണം നൽകി അവസാനം എനിക്ക് അഭയം നൽകൂ എന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ
അതിൽ തന്നെ പ്രാർത്ഥിക്കുന്നു, എനിക്ക് സ്വർണമായ വചനങ്ങൾ നൽകൂ, അഹങ്കാരത്തെ അകറ്റൂ, നിന്റെ കൃപ അമൃത് പോലെ എൻ്റെ ഹൃദയത്തെ നനയ്ക്കട്ടെ. നിന്നിൽ സർപ്പങ്ങൾ ആഭരണങ്ങളായി അലങ്കരിച്ചിരിക്കുന്നു. ഒരു കടുവയുടെ തോലാണ് നീ അങ്കിയായി ധരിച്ചിട്ടുള്ളത്. ഒരു ശബ്ദമാണെങ്കിൽ മണിനാഥം പോലെ, ഘണ്ഠാനാഥം പോലെ ഉച്ചത്തിൽ മുഴക്കുന്നു. അങ്ങനെ മുണ്ടമാല ധരിക്കുന്നു. അങ്ങനെ ഓരോ രൂപം നോക്കുമ്പോഴും തന്ത്രത്തിൽ അവളുടെ രൂപം ശരിക്കും ഘോരമായിട്ടാണ് നമ്മൾ ഹൈന്ദവ പാരമ്പര്യത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഹിന്ദു ഗ്രന്ഥങ്ങളിലെ താരയുടെ വിവരണവും സ്വഭാവവും ബുദ്ധമത താരയിൽ നിന്ന് അല്ലെങ്കിൽ ബുദ്ധമതത്തിൽ ഇല്ലാത്ത രണ്ട് പ്രധാനവും അല്ലെങ്കിൽ അനുബന്ധവുമായ സവിശേഷതകളെ ഊന്നി പറയുന്നത് കൊണ്ടാണ് ഈ ഒരു ഭാവമാറ്റം. കാരണം ഹൈന്ദവ പാരമ്പര്യങ്ങളിൽ അവൾ കാളി ദേവിയുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്ന, അവളോട് വളരെ സാമ്യമുള്ള ചൈതന്യമാണ്. അവൾ പലപ്പോഴും ശ്മശാന ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പോലും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് ബന്ധങ്ങളും അവളുടെ ഉഗ്രവും ഭയാനകവുമായ സ്വഭാവത്തെ ഊന്നി പറയുന്നതാണ്. ടിബറ്റൻ ബുദ്ധമതത്തിൽ ആധിപത്യം പുലർത്തുന്ന താരയുടെ സൗമ്യമായ രൂപങ്ങളിൽ നിന്ന് അവളെ വേർതിരിക്കുന്നത് ഹൈന്ദവ മതത്തിലെ ഈ ചൈതന്യത്തിൻ്റെ യഥാർത്ഥ നമ്മൾ യഥാർത്ഥ ഡിസ്ക്രിപ്ഷൻ, വിവരണം കൊണ്ടാണ്. അപ്പോൾ കാളിയും താരയും തമ്മിലുള്ള രൂപത്തിലുള്ള സമാനതകൾ യഥാർത്ഥത്തിൽ ശ്രദ്ധേയമാണ് ഹൈന്ദവ പാരമ്പര്യങ്ങളിൽ, അത് വ്യക്തവുമാണ്. പ്രത്യേകിച്ച് ഓരോ ദേവതയുടെയും ഏറ്റവും സാധാരണമായ രണ്ട് ചിത്രങ്ങളായ ദക്ഷിണകാളിയും ഉഗ്രതാരയും, ഇവർ രണ്ടും ഏകദേശം ഒരേ മൂർത്തിഭാവങ്ങളിൽ നമുക്ക് കാണാം. അവർ രണ്ടുപേരും ഈ പറയുന്ന പോലെ ഒരു പുരുഷ രൂപത്തിന് മുകളിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. പലപ്പോഴും ശിവൻ എന്ന് തിരിച്ചറിയാൻ കഴിയും, പക്ഷെ ചിലപ്പോൾ അതൊരു അജ്ഞാത ശവമായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ അവൾ നിൽക്കുന്ന രൂപം ഒരു ദഹിപ്പിക്കുന്ന അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടുന്ന ശവശരീരത്തിൻ്റെ മുകളിലായിട്ട് കാണും. രണ്ട് ദേവതകളും ഡാർക്ക് കളറാണ്, കടും നീല, കറുപ്പ് അല്ലെങ്കിൽ നീലക്കറുപ്പ് നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇരുവരും നഗ്നരായിട്ടാണ് ഭൂരിഭാഗം ചിത്രീകരണങ്ങളിലും ഉള്ളത്, അല്ലെങ്കിൽ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട്. ചിലപ്പോൾ കടുവയുടെ തൊലി ഇരുവരും അതുപോലെ തലയോട്ടി മാല അല്ലെങ്കിൽ മുണ്ടമാല ധരിച്ചിട്ട് കാണാം. അതുപോലെ അറുത്ത കൈകൾ കൊണ്ടുള്ള അരക്കെട്ടുമൊക്കെ കാളിക്കുള്ളതുപോലെ തന്നെ രണ്ടുപേരെയും സാധാരണമായിട്ട് ശ്മശാനത്തിലാണ് ചിത്രീകരിച്ച് കാണാറുള്ളത്. അപ്പം രണ്ടുപേർക്കും നാക്ക് തൂങ്ങിയിട്ടാണ് കാണാൻ സാധിക്കുക, അതിൽ നിന്ന് രക്തം ഒഴുകുന്നതും കാണാം. അപ്പോൾ അവരുടെ രൂപഭാവങ്ങൾ വളരെ ശ്രദ്ധേയമായി സമാനമാണ്. യഥാർത്ഥത്തിൽ നോക്കിയാൽ വളരെ സമാനമാണ്. പരസ്പരം പൂരകങ്ങളായ ഒരു ചൈതന്യ പ്രകടനങ്ങളാണ് എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. ഉദാഹരണത്തിന് സഹസ്രനാമ ശ്ലോകങ്ങളിൽ തന്നെ നിരവധി വിശേഷണങ്ങൾ കാളിക്കും താരയ്ക്കും ഒരുപോലെ പങ്കിടുന്നുണ്ട്. അതുപോലെ തന്നെ പരസ്പരം പേരുകൾ വിശേഷണങ്ങളായി ഉണ്ട്. ഉദാഹരണത്തിന് താരയെ കാളിക, ഉഗ്രകാളി, മഹാകാളി, ഭദ്രകാളി എന്നിങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ബംഗാളി ശ്രേഷ്ഠനായ രാംപ്രസാദ് സെന്നിൻ്റെ ഭക്തി സ്തോത്രങ്ങളിലൊക്കെ കാളി, താര എന്നീ പേരുകൾ പരസ്പരം മാറി മാറി ഉപയോഗിക്കുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ കാളിയെ പോലെ ഹിന്ദുമത പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഹൈന്ദവ പശ്ചാത്തലത്തിൽ താരയും രക്തം ആസ്വദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മുണ്ടമാലാ തന്ത്രത്തിലെ 100 നാമങ്ങളുള്ള അവളുടെ സ്തുതിഗീതത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അഷ്ടോത്തരത്തിലൊക്കെ രക്തം ഇഷ്ടപ്പെടുന്നവൾ, രക്തം പുരട്ടിയവൾ, രക്തം ബലി കഴിക്കുന്നവൾ എന്നൊക്കെ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രക്തത്തിൽ താരയ്ക്കുള്ള ആനന്ദത്തെയാണ് താരാതന്ത്രം വിവരിക്കുന്നത് തന്നെ. അപ്പം യഥാർത്ഥത്തിൽ ഭക്തരുടെ രക്തം ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് എടുത്ത്, ഉദാഹരണത്തിന് നെറ്റി, കൈകൾ, നെഞ്ച്, ശിരസ്, പുരികങ്ങൾക്കിടയിലുള്ള ആ ഭാഗം, ഈ ഭാഗങ്ങളിൽ നിന്ന് ചിലത് ശരീരത്തിനുള്ളിലുള്ള വ്യത്യസ്ത ചക്രങ്ങളുമായി അല്ലെങ്കിൽ ആത്മീയമായ ബോധകേന്ദ്രങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ്. ഈ താരയെ ആരാധിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വാമാചാര ചടങ്ങുകൾ അല്ലെങ്കിൽ വാമാചാര വിഭാഗത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ വീഞ്ഞ്, മാംസം, ഈ പറയുന്ന പോലെ മൈഥുനം തുടങ്ങിയ പ്രധാനമായി കാണപ്പെടുന്ന ആചാരക്രമങ്ങൾ വാമാചാരക്രമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ആചാരക്രമം നോക്കുമ്പോഴും താരയും കാളിയും യഥാർത്ഥത്തിൽ സാമ്യമുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം കാരണം സാധാരണ ക്രമത്തിൽ അല്ലെങ്കിൽ താന്ത്രിക ക്രമത്തിൽ കുറച്ച് ഘോര പദ്ധതിയായിട്ടുള്ള സാമാന്യ സമൂഹം വിലപ്പെട്ട വസ്തുക്കളുടെ അല്ലെങ്കിൽ വിലക്കപ്പെട്ട വസ്തുക്കളുടെ ശക്തിയെ ആശ്രയിച്ചിട്ടാണ് ഈ ആചാരങ്ങളൊക്കെ
നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ വസ്തുക്കളെയോ അല്ലെങ്കിൽ പ്രവൃത്തികളെയോ കർമ്മങ്ങളെയോ ആത്മീയമായി രൂപാന്തരപ്പെടുത്തുന്ന ഉപകരണങ്ങളാക്കി മാറ്റാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ ദ്രവ്യങ്ങൾ. ഇപ്പോൾ കാളിയെ പോലെ താരയും ശിവനുമായി വളരെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നിരുന്നാലും അവളുടെ പാദത്തിനടിയിലുള്ള പുരുഷരൂപത്തെ പലപ്പോഴും നമ്മൾ ശിവൻ എന്ന് തിരിച്ചറിയാറുണ്ട്. അവളുടെ പല പേരുകളിലും അവളെ ശിവനുമായി ബന്ധപ്പെടുത്തുന്നതും കാണാം. കാരണം ശിവന്റെ തന്നെ സ്ത്രീരൂപം ശങ്കരവല്ലഭ, ഹരവല്ലഭ, അതുപോലെ തന്നെ നമ്മൾ പറയാറില്ലേ ശിവന്റെ പ്രിയപ്പെട്ടവൾ എന്നാണ് ഈ രണ്ടും അർത്ഥമാക്കുന്നത്. ഹരപത്നി, ഭൈരവൻ അല്ലെങ്കിൽ ശിവന്റെ ഭാര്യ, ഭൈരവന് മഹാഭൈരവന്റെ ഭാര്യ എന്നൊക്കെയാണ് പറയുക. ഇപ്പം താരയും തൻ്റെ തലയുടെ അല്ലെങ്കിൽ തലമുടി ഒരു ജടയിൽ കെട്ടിയിരിക്കുന്നത് കാണാം. ഇത് ശിവന്റെ ജഡസമാനമായ ഒരു പ്രതിച്ഛായയാണ്. അതുകൊണ്ട് ഒരു സന്യാസിയുടെ ശൈലിയാണ്. അതുകൊണ്ട് തന്നെ ശിവൻ ജട ധരിക്കുന്ന അതേ രീതിയിലാണ്, ആ ജടാധാരിയുടെ രീതിയിൽ തന്നെയാണ് അവളുടെ ജടയും. ഇത് താരയ്ക്ക് സന്യാസ ലോകവുമായിട്ടുള്ള അല്ലെങ്കിൽ യോഗികളുമായിട്ടുള്ള ഈ പറയുന്ന ബന്ധത്തെയാണ് സ്ഥാപിക്കുന്നത്. അതായത് ശിവന്റെ ലോകത്തിൻ്റെ അത്യുത്തമമായ അസ്തിത്വമാണ് താര. അപ്പോൾ താരയെ ശിവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അവളുടെ വിശേഷണങ്ങളും പ്രതിരൂപങ്ങളും ഒക്കെ നമുക്ക് ഇതിൻ്റെ സാമ്യത കാണും. ഇപ്പോൾ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ അവളെക്കുറിച്ചിട്ടുള്ള ഐതിഹ്യങ്ങൾ വളരെ കുറവാണ്. ശിവനുമായി ബന്ധിപ്പിക്കുന്ന ഒന്നും തന്നെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല, ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ പറയുന്ന വാമൊഴി പാരമ്പര്യത്തിൽ ഇരുവരെയും കുറിച്ചുള്ള പ്രത്യേകിച്ച് കൗതുകകരമായ ഒരു ഇത് നമ്മൾക്ക് പുരാണത്തിൽ കാണാൻ സാധിക്കുന്നത്, ഒന്ന് നമ്മുടെ സമുദ്രമന്ഥനവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ സമുദ്രമന്ഥനം നടന്ന് അതിനുശേഷം കാളകൂടം വന്ന് ശിവൻ ആ കാളകൂടം സേവിച്ച സമയത്ത് അല്ലെങ്കിൽ സ്വീകരിച്ച സമയത്ത് അത് ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. പക്ഷേ അതിൻ്റെ ശക്തമായ സ്വാധീനത്തിൽ ബോധരഹിതനായി ശിവൻ കാണപ്പെടുന്നു. ആ സമയത്ത് താര പ്രത്യക്ഷപ്പെടുകയും ശിവനെ മടിയിൽ എടുത്ത് കിടത്തി അവനെ മുലയൂട്ടുന്ന ഒരു പ്രതിച്ഛായ യഥാർത്ഥത്തിൽ നമുക്ക് ഭാരതത്തിലെ പല ഭാഗങ്ങളിലും ഈ ഒരു ചിത്രീകരണം നമുക്ക് കാണാം. തന്ത്രത്തിലുണ്ട് ആ ചിത്രീകരണം. അപ്പോൾ അവളുടെ സ്തനങ്ങളിൽ നിന്നുള്ള ആ എന്താ പറയുക സ്തന്യം അല്ലെങ്കിൽ മുലപ്പാൽ വിഷത്തെ, കാളകൂട വിഷത്തെ പ്രതിരോധിക്കുന്നു. അങ്ങനെ ശിവൻ സുഖം പ്രാപിക്കുന്നു. ഈ ഐതിഹ്യം അല്ലെങ്കിൽ ഈ ഒരു പുരാണ പശ്ചാത്തലത്തിലുള്ള കഥ ശിവൻ ഒരു ശിശുവായി മാറുന്നതിലൂടെ കോപാകുലയായ കാളിയെ തടയുന്നതിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. കാരണം മാതൃഭാവത്തിൽ ഒരു കുട്ടിയെ കാണുമ്പോൾ കാളിയുടെ മാതൃസഹജമായ സഹജാവബോധം മുന്നിലേക്ക് വരുന്നു. അവൾ നിശബ്ദയാകുകയും ശിശു ശിവനെ മുലയൂട്ടുകയും ചെയ്യുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളിലും ദേവിയുമായി ബന്ധപ്പെട്ട് ഒരു ശിശുവിൻ്റെ സ്ഥാനം ശിവൻ ഏറ്റെടുക്കുന്നത് കാണാം. ഇപ്പം താരയുമായി ബന്ധപ്പെട്ട ഭൈരവ ശിവന്റെ ആ പ്രത്യേക രൂപം യഥാർത്ഥത്തിൽ കൗമാരക്കാരനായ ബട്ടൂക ഭൈരവൻ അല്ലെങ്കിൽ വടുക ഭൈരവൻ, ഉത്തരേന്ത്യയിൽ ബട്ടൂക് ഭൈരവൻ എന്ന് പറയും, നമ്മൾ കേരളത്തിൽ വടുക ഭൈരവൻ എന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വാമൊഴിയായ പാരമ്പര്യത്തിൽ താരയ്ക്കും ശിവനും ഇടയിലുള്ള ബന്ധത്തെ അമ്മയും മകനും തമ്മിലുള്ള ബന്ധമായിട്ടും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമായും കാണുന്നതായിട്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു സ്ഥലത്ത് ശിവനെ മുലയൂട്ടുന്ന താരയെ കാണാം, ഒരു സ്ഥലത്ത് ഭൈരവന്റെ ഭാര്യയായ വടുക ഭൈരവന്റെ ഭാര്യയായ രൂപത്തിലും കാണാം. ഇനി ഹിന്ദുമതത്തിൽ താരയെ ശ്മശാനവുമായി ശക്തമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അവൾ നിൽക്കുന്ന രൂപം പലപ്പോഴും ഒരു ശവമോ പ്രേതമോ ആണെന്ന് നമ്മൾക്ക്, അല്ലെങ്കിൽ ഒരു പ്രേതത്തിൻ്റെ മുകളിലാണ് അവൾ നിൽക്കുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് കാണാം. അത് ദഹിപ്പിക്കുന്നതായിട്ടാണ് ചിത്രീകരിക്കുന്നത്. കാരണം ശ്മശാനം എന്ന് പറയുന്നത് എപ്പോഴും ദഹിപ്പിച്ച് അതിനെ ഹവിസാക്കി മാറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ താരയുടെ പല ചിത്രീകരണങ്ങളിലും അല്ലെങ്കിൽ പല ചിത്രങ്ങളിലും പല വിഗ്രഹങ്ങളിലും പശ്ചാത്തലത്തിൽ ശവസംസ്കാരത്തിൻ്റെ അഗ്നി നമുക്ക് കാണാം. പല സ്ഥലത്തും ചെന്നായികളെയും കുറുക്കന്മാരെയും ഒക്കെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം താരയെ ശ്മശാനത്തിൽ സാധാരണയായി രാത്രിയുടെ മറവിലാണ് ആരാധിക്കണം എന്നുള്ള ആരാധനാക്രമങ്ങളും ഉണ്ട്. അപ്പോൾ താരയുടെ വിശേഷണങ്ങൾ ഇതൊക്കെ നമ്മൾക്ക് സാധാരണ പരിചിതമല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആചാരങ്ങളുണ്ടോ? മഹാചീന ക്രമത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്താൽ ഈ ഒരു സെഷൻ നീണ്ടു പോകുമെങ്കിലും ഒരുപാട് കാര്യം നമുക്ക് അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അല്ലെങ്കിൽ വളരെ കൗതുകകരമായ ആരാധനാ സമ്പ്രദായങ്ങൾ താരയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ സഹസ്രനാമത്തിലൊക്കെ ശ്മശാന ഭൈരവി എന്നൊക്കെ വിളിക്കാറുണ്ട്.
അപ്പോൾ താര യഥാർത്ഥത്തിൽ കാളിയെ പോലെയാണ്. അവർ രണ്ടുപേരും ശ്മശാന ഭൂമിയെ വേട്ടയാടുന്ന ചൈതന്യങ്ങളാണ്. അവരുടെ ക്ഷേത്രങ്ങൾ പലപ്പോഴും ഈ പറയുന്ന ശ്മശാന സമാനമായ ഭൂമിക്ക് സമീപത്തായിരിക്കും. കാളിയുടെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് കാളിഘട്ട്. കൊൽക്കത്തയിലെ ഏറ്റവും വലിയ ശ്മശാന ഭൂമികൾ ഒന്ന് ചേർന്നിരിക്കുന്നത് ഈ പറയുന്ന ക്ഷേത്രത്തിനടുത്താണ്. ഇനി അതേപോലെ തന്നെ താരയുടെ പ്രശസ്തമായ താരാഭിയുടെ ക്ഷേത്രവും സമാനമായ ഒരു ശ്മശാന ഭൂമിക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഭാരതത്തിൽ. അപ്പോൾ ഇതൊക്കെ ശരിക്കും ആചാരവും ദേവതയും തമ്മിലുള്ള ബന്ധത്തെ ശരിക്കും നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ശ്മശാന ഭൂമികൾ യഥാർത്ഥത്തിൽ പുണ്യസ്ഥലങ്ങളാണ് എന്നാണ് ഹൈന്ദവ മത അല്ലെങ്കിൽ ഹൈന്ദവരുടെ വിശ്വാസം. മറ്റു ദേവതകൾക്കായുള്ള ക്ഷേത്രങ്ങൾ അവയിൽ സമീപത്തായിട്ടായിരിക്കും ഈ പറയുന്ന ക്ഷേത്രങ്ങളൊക്കെ അല്ലെങ്കിൽ പീഠങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടാവാം. അപ്പം ഹൈന്ദവ മതം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താരയെക്കുറിച്ചിട്ടുള്ള വളരെ വ്യക്തമായ ഒരു ധാരണ ശരിക്കും ആഴത്തിൽ പോകും തോറും നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഇനി ഇതിൻ്റെ എന്താണ് താരയുടെ ഭാവം നമ്മളോട് പറയുന്നത്? മഹാവിദ്യയിൽ ശിവനാകുന്ന നമ്മുടെ ബോധ ചൈതന്യത്തെ എന്താണ് സ്വാധീനിക്കുന്നത്? എങ്ങനെയാണ് താര സ്വാധീനിക്കുന്നത്? അവളുടെ നിറം യഥാർത്ഥത്തിൽ നീല നിറമായിട്ടാണ് കാണുക. കാരണം ദശമഹാവിദ്യയിലെ രണ്ടാമത്തെ ദേവതയായ താര നിത്യവചനത്തിൻ്റെ, അതായത് വാക്ക്, നിത്യവചനത്തിൻ്റെ വ്യക്തിത്വമാണ്, വാക്കിൻ്റെ ദേവതയാണ്. അതുകൊണ്ടാണ് നീല സരസ്വതി എന്ന് പറഞ്ഞ് അവളെ ആരാധിക്കുന്നത്. ക്രൂരയാണ്, എന്നാൽ കരുണാമയയുമായ ഒരു മാതാവിൻ്റെ രൂപമാണ് യഥാർത്ഥത്തിൽ അവളുടെ രൂപം. അഹങ്കാരത്തെ ഛേദിച്ച് മരണത്തിൻ്റെ സമുദ്രം മുറിച്ച് കടന്ന് ആത്മാവിനെ ഉണർന്നിരിക്കുന്ന സംസാരത്തിൻ്റെയും പ്രവൃത്തിയുടെയും ലോകത്തേക്ക് തിരികെ നയിക്കുന്ന ജീവനുള്ള രൂപകമാണ് യഥാർത്ഥത്തിൽ താര. അപ്പോൾ എന്താണ് താര എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ ഛേദിച്ച് മരണഭയം എന്ന ആ സമുദ്രത്തെ മുറിച്ച് കടന്ന് ആത്മാവിനെ ഉണർന്നിരിക്കുന്ന ഈ ജഗത്തിൻ്റെ കർമ്മോന്മുഖമായ ലോകത്തേക്ക് തിരികെ നയിക്കുന്ന ജീവനുള്ള രൂപകമാണ് അവൾ. അപ്പോൾ ശിവൻ പിൻവാങ്ങുന്ന സമയത്ത് കാളി 10 ദിക്കിൽ നിന്ന് ശിവനെ തടഞ്ഞു എന്ന് പറയുമ്പോൾ കാളി തടഞ്ഞത് സൃഷ്ടിയോന്മുഖമായി ശിവനെ നയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ രണ്ടാമത്തെ ചൈതന്യമായി ഈ കാളിയിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വന്ന വാക്കിൻ്റെ പ്രകടനമാണ്. അതായത് നമ്മുടെ ലോകമാകുന്ന ഈ പ്രപഞ്ചത്തെ, ഈ സംസാരത്തിൽ കർമ്മലോകത്തേക്ക് നമ്മുടെ ബോധമണ്ഡലത്തെ നയിക്കുന്ന പ്രതീകാത്മകമായ രൂപം. നിറം കടും നീല, അനന്തമായ സ്ഥലം, അതായത് ആ ആകാശത്തിൻ്റെ പ്രകമ്പനത്തെ, എല്ലാ സൃഷ്ടികളെയും ഉദ്ഭവിപ്പിച്ച് ലയിക്കുന്ന ആദിമ ഗർഭാശയത്തെയുമാണ് അവൾ പ്രതിനിധീകരിക്കുന്നത്. കാരണം ശബ്ദം എന്നുള്ളത് സ്പേസിലാണ്, അല്ലേ? ശബ്ദവും സ്പേസും തമ്മിൽ വലിയ കണക്ടിവിറ്റി ഉണ്ട്. നമ്മൾക്ക് തന്നെയല്ലേ ഓരോ സ്പീക്കർ ഡിസൈനിന് പോലും അവരിപ്പോൾ ഹോം തിയേറ്ററോ അല്ലെങ്കിൽ തിയേറ്ററോ ഡിസൈനിങ്ങിന് ശബ്ദത്തെ ക്രമീകരിക്കുന്നത് സ്ഥലവിസ്തൃതിക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ശബ്ദം എന്നുള്ളത് സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് കൂടാതെ എല്ലാത്തിൻ്റെയും ഉദ്ഭവമാകുന്ന ആ പ്രപഞ്ചം ഉദ്ഭവിച്ചത് തന്നെ വാക്കിലാണ്, സൗണ്ടിലാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന താരയുടെ പ്രാതിനിധ്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ശിവന്റെ ശവശരീരത്തിൽ ആണ് അവൾ നിലകൊള്ളുന്നത്. അതായത് ജഡബോധത്തിന് മുകളിലുള്ള ശക്തിയുടെ ആധിപത്യമാണ്. ശിവൻ ജഡമായി അവളുടെ കാൽക്കീഴിൽ കിടക്കുമ്പോൾ അർത്ഥം ശിവൻ എന്നത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ തന്നെ നമ്മുടെ ബോധമാണ്, ബോധചൈതന്യമാണ്. ആ ബോധചൈതന്യം ജഡാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ശക്തിയുടെ ആധിപത്യമാണ്, ജീവചൈതന്യത്തിൻ്റെ ആധിപത്യമാണ് ആ കാണുന്ന പിക്ചർ. അങ്ങനെ കിടക്കുന്ന ആ ഭഗവാന്റെ മേൽ അവൾ നിൽക്കുന്നതിലൂടെ താര മരണത്തെ, അതായത് ശവാവസ്ഥയെ പരിവർത്തനത്തിനും ചലനാത്മകത്തിനും ജ്ഞാനത്തിന് നിഷ്ക്രിയ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നതിനുമുള്ള അസംസ്കൃത വസ്തുവായിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ നമ്മുടെയൊക്കെ ബോധമണ്ഡലം അജ്ഞത കൊണ്ട് അനങ്ങാതിരിക്കുമ്പോൾ, അല്ലെ, പലപ്പോഴും നമ്മൾക്ക് വിദ്യാഭ്യാസം കുറഞ്ഞാലോ നമുക്ക് ഈ പറയുന്ന ജ്ഞാനം കുറഞ്ഞാലോ നമ്മൾ സമൂഹത്തിലേക്ക് മുൻപോട്ട് വരാനുള്ള പ്രവണത കുറയും. ജഡാവസ്ഥയായിരിക്കും എനിക്കും നിങ്ങൾക്കും. ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാലാണ് അതിപ്പോൾ ഒരു സ്കൂൾ കുട്ടിയുടെ ജീവിതത്തിലായാൽ പോലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളിൽ
അല്ലെങ്കിൽ കോളേജിൽ പോയാൽ പോലും നമ്മളിൽ ഈ പറയുന്ന ജ്ഞാനം കുറവാണ്, നമ്മൾക്ക് എല്ലാവരോടും ഇടപഴകാനുള്ള സ്മാർട്ട്നെസ് കുറയും എന്ന് തോന്നുമ്പോൾ നമ്മൾ അന്തർമുഖനായിരിക്കും, ഉൾവലിയും. ജഡത്വമാണ് അത്, ചിന്തയുടെ ജഡത്വമാണ്. അപ്പം താര എന്താണ് ചെയ്യുന്നത് നോക്കൂ, ആ ജഡസമാനമായ ബോധചൈതന്യത്തെ, ആ ബോധചൈതന്യം, ജഡം എന്ന് പറയുമ്പോൾ അനങ്ങാതിരിക്കുന്നത്, ഇനേർട്ടായിരിക്കുന്നത്, അതാണ് ശവത്തെ പ്രതിനിധി. അതിനെ പരിവർത്തനത്തിനും ചലനാത്മക ജ്ഞാനത്തിന് നിഷ്ക്രിയ മനസ്സിനെ അതായത് നിഷ്ക്രിയമായിരിക്കുന്ന മനസ്സിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് വേണം? ചലനാത്മകത വേണം. അതെങ്ങനെ സാധിക്കും? ജ്ഞാനം നമുക്ക് എങ്ങനെയാ വരുന്നത്? അക്ഷരങ്ങളിലൂടെയാണ് അല്ലേ? പദങ്ങൾ, വാക്ക്. അതുകൊണ്ട് തന്നെ അവൾ വാക്കിന്റെ ദേവതയാണ്. ഇപ്പം 4 കൈകൾ, അവയുടെ പ്രയോഗങ്ങളും പറയുന്നുണ്ട്. 4 കൈകളിൽ വാള് കാണാം, കത്രിക കാണാം, പിന്നെ മനുഷ്യന്റെ തലയോട്ടി കപാലം കാണാം, താമര കാണാം. അപ്പം വാള് എന്നുള്ളത് വിവേചനപരമായ ജ്ഞാനം. കാരണം അറുക്കുക, ആവശ്യമില്ലാത്തതിനെ തടുത്ത് നിർത്തുക, അതാണ് ജ്ഞാനം കൊണ്ട് അല്ലേ. എനിക്ക് ആവശ്യമില്ലാത്ത വിദ്യ ഞാൻ അഭ്യസിക്കില്ല, എനിക്ക് ആവശ്യമില്ലാത്ത കോഴ്സിന് ഞാൻ ചേരില്ല. ഞാൻ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത് ആ വാള് കൊണ്ട് വെട്ടാനുള്ള വിവേചനത്തെയാണ് വാള്. ഇനി അത് കഴിഞ്ഞാൽ കത്രിക, ആസക്തിയുടെ സൂക്ഷ്മമായ കെട്ടുകൾ മുറിക്കുക. കത്രിക എപ്പോഴും നമ്മൾ അല്ലെ എന്തെങ്കിലും ഉള്ളതിനെ മുറിച്ച് രണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തിനോടെങ്കിലും മനസ്സ് അറ്റാച്ച്ഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനെ മുറിക്കാനാണ് അവളുടെ കത്രിക. ഇനി മുണ്ടമാല എന്നുള്ള അല്ലെങ്കിൽ കയ്യിലുള്ള തലയോട്ടി എന്താണ്? അത് മരണഭയത്തെ ഇല്ലാതാക്കുന്നു. മരണത്തോടുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ. കാരണം അമർത്യത, നാളെ എന്ത് എന്നുള്ളതിനെ കുറിച്ച് ആശങ്കപ്പെടാതിരിക്കുക. പിന്നെയുള്ളത് കയ്യിലുള്ള താമരയാണ്. അത് നിരുപാധിക സംരക്ഷണത്തിൻ്റെയും അനായാസമായ കാരുണ്യത്തിൻ്റെയും വാഗ്ദാനമാണ്. ഇനി അവളുടെ ആഭരണങ്ങൾ നോക്കിയാൽ, അവളുടെ അലങ്കാരങ്ങൾ നോക്കിയാൽ, അവളുടെ മൃഗചർമ്മമായിട്ടുള്ള വസ്ത്രങ്ങൾ പ്രാവീണ്യം നേടിയതും വിശുദ്ധീകരിക്കപ്പെട്ടതുമായ പ്രാഥമികമായ ഊർജത്തെയാണ് പറയുന്നത്. അതായത് മൃഗബോധത്തിൽ നിന്ന് ആ മൃഗത്തിനു മേൽ കൺട്രോൾ. കാരണം എപ്പോഴാണ് നമുക്കൊരു മൃഗത്തോൽ എടുക്കാൻ പറ്റുക? ആ മൃഗത്തെ കൊല്ലാൻ അല്ലെ, കൊന്നാലാണ് അതിൻ്റെ മൃഗത്തോൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം മൃഗത്തോലെടുത്ത് ധരിക്കണമെങ്കിൽ ആ മൃഗീയതയെ കീഴടക്കാൻ സാധിക്കണം. അപ്പം മൃഗീയമായ ചൈതന്യങ്ങളെ അല്ലെങ്കിൽ മൃഗീയമായ ഊർജങ്ങളെ കീഴ്പ്പെടുത്തി അതിൻ്റെ മേൽ അധികാരിയായിരിക്കുന്നവള്. തലയോട്ടികളുടെ മാല എന്ന് പറഞ്ഞാൽ ജനനം, മരണം, പുനർജന്മം എന്നിവയുടെ ആ ഒരു ചക്രമാണ് ആ മാലയെ ഇത് ആത്മീയ ഉൾക്കാഴ്ചയിലേക്ക്, ഇതെല്ലാം ചാക്രികമാണ്, നാളെ ഞാൻ ഉണ്ടാവില്ല, വീണ്ടും ഒരു ലോകം സൃഷ്ടിക്കപ്പെടും എന്നുള്ള ആ ചാക്രികതയാണ് ഈ പറയുന്ന മുണ്ടമാല അല്ലെങ്കിൽ തലയോട്ടി മാല. സൂക്ഷ്മമായി പറഞ്ഞാൽ താര എന്ന് പറഞ്ഞാൽ താരിണി, കടന്നു പോകാനുള്ള വാഹനം. അവൾ സാധകനെ സംസാരത്തിലൂടെ, അതായത് സൂപ്പർ കോൺഷ്യസിലേക്ക്, ഈ നമ്മുടെ പരമമായ ബോധത്തിലേക്ക് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതാണ്. കാരണം നമ്മുടെ ഇന്ദ്രിയ ബോധത്തിൽ നിന്ന് ആ ബോധത്തെ താരിണിയായിട്ട് ഒരു കടത്ത് വള്ളക്കാരിയെ പോലെയാണ് അതിനെ ഉയർത്തി പരമമായ ബോധത്തിലേക്ക് അവൾ എത്തിക്കും. ദ്വൈതതയില്ലാത്തതും ദൈനംദിന ജീവിതവുമായി ആ സംയോജനത്തെ, ആ ഇന്ദ്രിയവും അതീന്ദ്രിയവുമായ തലത്തെ സംയോജിപ്പിക്കുന്നവളാണ് താര. എൻ്റെയും നിങ്ങളുടെയും ബോധത്തിന് ഈ പറയുന്ന പോലെ ഞാനും നിങ്ങളും ദൈനംദിനം കാണുന്ന ബോധ മനസ്സിൽ നിന്ന് നമ്മളെ ഇന്ദ്രിയ തലത്തിൽ നിന്ന് കത്രിക കൊണ്ട് ഡിറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ പരമബോധത്തിലേക്ക്, എങ്ങനെയാണോ ഒരു വള്ളം ഒരു കുറ്റിയിന്മേൽ കെട്ടിവെച്ചിട്ടുണ്ടാവുക തോണിക്കാരൻ, ആ കെട്ടിയിട്ട കെട്ടിനെ അറുത്ത് മാറ്റി തോണിയെയും കൊണ്ട് നദിക്ക് കുറുകെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു താരിണി, അതാണ് താര. അതിനെ ഞാൻ കാവ്യാത്മകമായി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ബോധ മനസ്സ് പലതിലും ഈ തോണിയെ കെട്ടിയിട്ട പോലെ കെട്ടിയിട്ടിട്ടുണ്ടാവും. ആ കെട്ടിനെ അറുത്ത് നമ്മുടെ യഥാർത്ഥ ബോധ ചൈതന്യത്തെ, യഥാർത്ഥ ഈശ്വര ചൈതന്യത്തിലേക്ക്, നമ്മുടെ പരമമായ ബോധത്തിലേക്ക് എത്തിക്കുന്നവൾ. സംസാരത്തിൻ്റെയും അറിവിൻ്റെയും കാതലാണ്. നിത്യവചനം എന്ന നിലയിൽ അവൾ മന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണത്തെ നിയന്ത്രിക്കുന്നവളാണ്. ശബ്ദത്തിൻ്റെ വൈബ്രേഷനെ, നമ്മൾ ഉച്ചരിക്കുന്ന മന്ത്ര വൈബ്രേഷനെ, മന്ത്രത്തിൻ്റെ പ്രകമ്പനത്തെ, ആ താളത്തെ പ്രപഞ്ചവുമായി അതായത് പ്രാപഞ്ചിക താളവുമായി യോജിപ്പിക്കുന്നവൾ. പലതരത്തിലും അവൾ താരിണിയാണ്. ഈ പറയുന്ന പോലെ ഹൃദയത്തിൽ, ശ്മശാന ഭൂമിയായ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് വികാരങ്ങളുടെ താരണം സംഭവിപ്പിക്കുന്നവളാണെങ്കിൽ, വാക്കിൻ്റെ ചേതനയായി വസിച്ചുകൊണ്ട് അവൾ വാക്കിൻ്റെ ചേതനയിൽ നിന്ന് നമ്മളെ വേറെ ഒരു തലത്തിലേക്ക്, പ്രപഞ്ചത്തിൻ്റെ തലത്തിലേക്ക് അവൾ കൊണ്ടുപോകുന്നു.
ഇപ്പം ശ്മശാനമാണ് അവളുടെ രൂപം പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലം അല്ലേ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രപഞ്ചത്തിൻ്റെ ശബ്ദവുമായി അനുരണനം ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏകാഗ്രമായ ശ്രദ്ധയെ പ്രദാനം ചെയ്യുന്നവൾ. ഇനി ശ്മശാന താര എന്ന് പറഞ്ഞാൽ ശ്മശാന രൂപം, കത്തുന്ന ചിതകൾക്കിടയിലുള്ള അർദ്ധരാത്രികളിൽ നടത്തുന്ന കർമ്മങ്ങളിൽ അഘോരികൾ അവളെ ശ്മശാന താരയായിട്ടാണ് ആരാധിക്കുക. ശവശരീരങ്ങളിൽ നൃത്തം ചെയ്യുന്ന അവൾ നിർഭയമായ ഭക്തിയോടെ സാധകനെ പഠിപ്പിക്കുകയാണ്. വെറുപ്പില്ലാതെ ആദരവ് ആവശ്യപ്പെടുകയും ലയനത്തിനും പുനർജന്മത്തിനും വേണ്ടി കുണ്ടലിനിയുടെ അഗ്നിയുടെ ഇറക്കത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നവൾ. അപ്പം ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ താരയെ പറയുക. ഇനിയിപ്പം ഉഗ്രതാരയുടെ അല്ലെങ്കിൽ താരയുടെ ത്രിരൂപ സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ താരതമ്യം ഒന്ന് നമുക്ക് നോക്കിയാൽ 3 തരത്തിൽ പറയും. ഉഗ്രതാര, നീലസരസ്വതി, ഏകജട. പ്രധാനമായിട്ടും താരയുടെ വിഭാഗീയതകൾ നമുക്ക് ഇങ്ങനെയാണ് ദർശിക്കാൻ സാധിക്കുക. അതിൽ തന്നെ ഉഗ്രതാരയ്ക്ക് ഇരുണ്ട നീല നിറമാണ്, അല്ലെങ്കിൽ കറുപ്പിനോട് സമാനമായത്. ഇനി നീലസരസ്വതിക്കാണെങ്കിൽ ആഴത്തിലുള്ള ഇൻഡിഗോ നിറമാണ്. ഏകജട എന്ന് പറഞ്ഞാൽ നീലപ്പച്ചയോട് കൂടിയ നിറം. ഇനി ഇവർക്കൊക്കെ ഉഗ്രതാരയ്ക്കാണെങ്കിൽ 4 കൈകൾ, നീലസരസ്വതിക്ക് 2 കൈകൾ, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം 4 കൈകളിൽ ഉഗ്രതാര ശിവന്റെ ശവശരീരത്തിന് മുകളിൽ നിൽക്കുന്നതായിട്ട് കാണാം. അവളുടെ കയ്യിൽ വാള്, കത്രിക, തലയോട്ടി, താമര ഒക്കെ ഉണ്ടാവും. ഇതെന്താണ് അതിൻ്റെ പ്രാഥമിക ധർമ്മം? ആ ചൈതന്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അജ്ഞതയെയും അഹങ്കാരത്തെയും നശിപ്പിക്കുന്നു, നിർഭയമായ സംരക്ഷണം നൽകുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സൂക്ഷ്മമായി നമ്മളെ പഠിപ്പിക്കുന്നത്? ദഹനം, ഭൂമിശക്തി. അതായത് ഭൂമിശക്തി പരിവർത്തനമായി മരണം എന്ന അവസ്ഥ. അതായത് സ്ഥൂലമായിരിക്കുന്നതിൽ നിന്ന് അതീന്ദ്രിയമായതിലേക്കുള്ള പരിണാമം. അതാണ് ഉഗ്രതാര. ഇനി നീലസരസ്വതി ആണെങ്കിൽ അവൾക്ക് 2 കൈകളാണ്. പുസ്തകം അല്ലെങ്കിൽ വേദങ്ങൾ അല്ലെങ്കിൽ വീണ, ജപമാല ഇവയൊക്കെ കൈകളിൽ ധരിച്ചിട്ട് കാണാം. തികഞ്ഞ സംസാരം അല്ലെങ്കിൽ ആന്തരികമായ വ്യക്തത, ഉണർന്ന വാക്ക്, എന്താ പറയുക, ബോധതലത്തിലുള്ള വാക്ക് എന്നിവയാണ് യഥാർത്ഥത്തിൽ സരസ്വതിയുടെ ആരാധന കൊണ്ട് നമുക്ക് കിട്ടുക. ഈ വാക്ക് മൂർത്തീകരിച്ചിരിക്കുന്നതാണ് സൂക്ഷ്മതയിൽ പ്രപഞ്ചത്തിൻ്റെ വൈബ്രേഷൻ പ്രകടമാകുന്ന തലം. ഇപ്പം എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും വാക്ക് ഇങ്ങനെയാണെങ്കിൽ, നീലസരസ്വതി ഇങ്ങനെയാണെങ്കിൽ, പ്രപഞ്ചത്തിൽ കാളി സൃഷ്ടിക്ക് മുമ്പേ ഉള്ള അവസ്ഥയാണെന്ന് പറഞ്ഞു. എല്ലാ ഊർജവും തന്നിൽ ഒതുക്കിയിരിക്കുന്ന അവസ്ഥ. അതിൽ നിന്ന് ആദ്യമായി ശബ്ദത്തിൻ്റെ പ്രപഞ്ചത്തിലെ നാദം പ്രകടമാകുന്ന സമയമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന താരയുടെ ഉദ്ഭവം. ഇനി ഏകജട ഈ പറയുന്ന പോലെ ഒരു മുഖമാണ് ഏകജടയ്ക്ക്, ഒരു സ്തനവും 2 കൈകളും പിന്നെ കപാലവും പിന്നെ ഒരു ചാട്ടവാറടി, ഇത്രയുമാണ് കൈകളിൽ ഉണ്ടാവുക. ഇത് ഉഗ്രതയ്ക്കും സൗമ്യതയും സമന്വയിപ്പിക്കുന്ന ഒരു രൂപമാണ്. അനുകമ്പ ജ്ഞാനത്തിൻ്റെയും അനുകമ്പയെയും സംയോജിപ്പിക്കുന്നവൾ. അതായത് ദ്വൈതമല്ലാതെ എല്ലാ ധ്രുവങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ആള് അല്ലെങ്കിൽ ചൈതന്യം. കാരണം പ്രകൃതി നമ്മൾക്ക് എപ്പോഴും ഡ്വാലിറ്റിയാണ് അല്ലേ? രാവ്, പകല്, നല്ലത്, ചീത്ത, ഉയർച്ച, താഴ്ച. ഈ ദ്വന്ദ്വതകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ചൈതന്യമായിട്ടാണ് ഏകജടയെ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവളുടെ വാള് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അജ്ഞതയുടെ അല്ലെങ്കിൽ ഭ്രമത്തിൻ്റെ കെട്ടുപാടുകളെ സ്വയം ഈ പറയുന്ന പോലെ സംശയം, മാനസികമായിട്ടുള്ള നമുക്ക് അവ്യക്തത, മടി, ഇതിനെയൊക്കെ മുറിക്കുന്നതാണ് അവളുടെ ഖഡ്ഗം. നിർണായകമായ ഉൾക്കാഴ്ച നമ്മൾക്ക് പ്രദാനം ചെയ്യും അതുവഴി. അതുകൊണ്ട് തന്നെ ഫലങ്ങളിലോ ബന്ധങ്ങളിലോ ഉള്ള നമ്മുടെ ഭ്രാന്തമായ ആ ഒരു പറ്റിപ്പിടിക്കൽ, അതിൽ നിന്ന് ഹൃദയത്തെ സ്വതന്ത്രമാക്കുന്നവളാണ്. അപ്പോൾ വാള്, താരയുടെ കയ്യിലുള്ള വാള് അല്ലെങ്കിൽ നമ്മുടെ ശിവചൈതന്യം, ബോധമണ്ഡലത്തിന് ഉണ്ടാവുന്ന നെഗറ്റിവിറ്റിയാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് ബോധമണ്ഡലത്തിന് നമുക്ക് ഉണ്ടാവുന്ന നെഗറ്റിവിറ്റി? അജ്ഞത, ഭ്രമം, സംശയം, മാനസികമായിട്ട് ഒന്നും ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥ, മടി. ഈ എൻ്റെയും നിങ്ങളുടെയും ബോധത്തിനുണ്ടാവുന്ന ഇത്രയും നെഗറ്റിവിറ്റിയെ അറുത്തില്ലാതാക്കുന്നവൾ. നമുക്ക് പല കാര്യങ്ങളോടും മാനസികമായിട്ട് വല്ലാത്ത ആസക്തിയും അറ്റാച്ച്മെൻറ്റും ഉണ്ടാവും.
ഭ്രാന്തമായ അറ്റാച്ച്മെൻറ്റ്, ആ അറ്റാച്ച്മെൻറ്റിനെ ഇല്ലാതാക്കി ഹൃദയത്തെ സ്വതന്ത്രമാക്കുന്നവൾ. ഇതാണ് അവളുടെ വാള്. ഇനി തലയോട്ടി നേരത്തെ പറഞ്ഞല്ലോ, കപാലം മരണഭയം, അതായത് മാറ്റത്തിൻ്റെ ആ കെട്ട്. നമുക്ക് പലതും നമ്മൾക്ക് മാറുന്നതിനോട് ഇഷ്ടമല്ല. അല്ല, മരണം എന്ന് പറഞ്ഞാൽ വെറും നമ്മുടെ മരണം മാത്രമല്ല ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ നിലനിർത്തിയ കാര്യം ഉണ്ടാവും. അത് നമ്മളെ വിട്ടുപോകുന്നത്, ഇപ്പോൾ ഉദാഹരണം നമ്മൾ വളർത്തിയ കുഞ്ഞുങ്ങൾ നമ്മളെ വിട്ടുപോകുന്നത്, അവർ ജോലിക്ക് വേണ്ടി പോയി അല്ലെങ്കിൽ വേറെ ബന്ധങ്ങളിലേക്ക് പോകുന്നു, ജീവിതം വേറെ സ്ഥലത്ത് കരുപിടിപ്പിക്കുന്നു. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആൾക്കാരാണ് നമ്മൾ. അങ്ങനെ ഈ പറയുന്ന ഇതൊക്കെ മരണമാണ് അല്ലെങ്കിൽ മാറ്റമാണ്. ഈ മാറ്റത്തിൻ്റെ ആ ഒരു കെട്ടിനെ, അനശ്വരതയുടെയും അതുപോലെ തന്നെ അസംസ്കൃത സത്യം തിരിച്ചറിഞ്ഞ് നിലനിർത്തി ഈ പറയുന്ന വളർച്ചയിലേക്ക് അതിനെ മാറ്റുന്നവളാണ് ആര്? താര. അതാണ് കപാലം, അതായത് യഥാർത്ഥ ബോധം. പലതും നമ്മൾക്ക് ബോധം നഷ്ടപ്പെട്ടിട്ട് മാറ്റത്തെ ഉൾക്കൊള്ളാതിരിക്കും. നമ്മൾ പുരാതനമായ പ്രാകൃതമായ ചിന്തകളിൽ നമ്മൾ വസിക്കും, അതിനെ ഇല്ലാതാക്കുന്നവൾ. ഇനി വൈകാരികമായി നോക്കിയാൽ സ്തംഭനത്തിൻ്റെ കെട്ട്, പ്രതികൂല സാഹചര്യങ്ങളിൽ അനുകമ്പ നമ്മുടെ ഉള്ളിൽ നിറച്ചു തരുന്നവൾ. അതായത് നമുക്ക് പലപ്പോഴും ഇമോഷണൽ ബ്ലോക്കേജസ് ഉണ്ടാവാറുണ്ട്. വൈകാരിക ഒരു ഒഴുക്കിന് നമുക്ക് സ്തംഭനം സംഭവിക്കാറുണ്ട്. അതാണ് ഈ താമര സൂചിപ്പിക്കുന്നത്. ആ ഇമോഷണൽ ബ്ലോക്കേജിനെ, അത് പലപ്പോഴും പ്രതികൂലമായ സാഹചര്യങ്ങളിലാണ് സംഭവിക്കുക. ആ സമയത്ത് നമുക്ക് ഇമോഷൻസ് ഒന്നും വരാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അനുകമ്പ നിറച്ചു തരും. അത് ഇമോഷൻസ് തടയപ്പെട്ടിടത്ത് പ്രണയം, ജ്ഞാനം എന്നിവ തുറന്നു നൽകുന്നവൾ. ഇപ്പോൾ പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഒന്നും തോന്നാത്ത സമയത്ത്, ആ സമയത്താണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്, പക്ഷെ നമുക്കൊന്നും തോന്നില്ല. ആ സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് യഥാർത്ഥമായിട്ട് ഈ പറയുന്ന വികാരങ്ങൾ കൊണ്ടുവരുന്നവൾ. പിന്നെ അവളുടെ കയ്യിൽ കാണുന്ന പുസ്തകം വീണ, അത് മിക്കവാറും നീല സരസ്വതിയുടെ ചിത്രീകരണത്തിലാണ് കാണാം. അത് പൊരുത്തമില്ലാത്ത ചിന്ത അല്ലെങ്കിൽ നമ്മുടെ വാക്കിൻ്റെ കെട്ട്, ജഡ, അത് മനസ്സിൻ്റെ ആ കെട്ടപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സംസാരത്തിൻ്റെ പിടിയിൽ പെട്ടുപോയ മനസ്സ്, പൊരുത്തമില്ലാത്ത ചിന്ത, അതായത് ചിന്തയും വാക്കും തമ്മിൽ ഒരുമയില്ലാതിരിക്കുക. അങ്ങനെയുള്ള മനസ്സിനെ യഥാർത്ഥ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യവുമായിട്ട് യോജിപ്പിക്കുന്നവൾ. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ ക്രിയേറ്റീവ് സ്കിൽസ് നമുക്ക് റെക്ടിഫൈ ചെയ്ത് തരുന്നത് ഈ താരയാണ്. അപ്പം അതുകൊണ്ട് തന്നെ താരയെ ഉപാസിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബെറ്റർ ആവും. അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി വല്ലാതെ വർദ്ധിക്കും. ഇനി ചാട്ടവാറ് എന്ന് പറഞ്ഞാൽ അത് ഏകജടയുടെ ഉപകരണമായിട്ടാണ് കാണുക. ആത്മീയമായ പരിമിതിയുടെ കെട്ടുപാടുകൾ, അത് നമ്മളെ നെഗറ്റീവായ ഒരുപാട് ശീലങ്ങളുമായിട്ട് ബന്ധിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചൈതന്യത്തെ കേന്ദ്രീകൃതമായ സാന്നിധ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു പ്രതിഭാസത്തെ കാണിക്കുന്നു. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ഉൾവലിവിനെ പ്രതിരോധിക്കാം. അല്ലെ, നമുക്ക് ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും ചാട്ട പ്രയോഗിക്കുന്നത് നമ്മൾ എപ്പോഴും എന്താണ്, ഇപ്പോൾ കഴുതയായാലും കുതിരയായാലും ഒക്കെ ആ ചാട്ട പ്രയോഗിക്കുന്നത് അത് സ്വല്പനേരം അതിൻ്റെ ആ കർമ്മത്തിൽ നിന്ന് മാറി നടക്കുന്ന സമയത്ത് നമ്മൾ അതിന് ചാട്ടയടിക്കും. എന്തിനാണ്? അത് ഈ പറയുന്ന സങ്കോചത്തെ ഒഴിവാക്കാനാണ്. ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്ന, നമ്മൾ ഉൾവലിയുന്ന ആ പ്രവണതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സമയത്ത് ഇത് ചെയ്യുക. ഇപ്പം യഥാർത്ഥത്തിൽ താര നമ്മളെ പഠിപ്പിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ദശമഹാവിദ്യയിലെ രണ്ടാമത്തെ അല്ലെങ്കിൽ നവരാത്രിയിലെ രണ്ടാമത്തെ ദിവസം താരയെ ഉപാസിക്കാനുള്ള കാരണം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ആ പ്രജ്ഞയെ, ശിവനാകുന്ന ആ പ്രജ്ഞയെ ബാധിച്ചിരിക്കുന്ന ഒരുപാട് കെട്ടുപാടുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ചൈതന്യമാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ എൻ്റെയും നിങ്ങളുടെയും ബോധതലത്തിനെ മുൻപോട്ടേക്ക് നയിക്കുന്ന, എങ്ങനെ ജ്ഞാനത്താൽ സർഗാത്മകത ഉള്ള ശക്തി നമ്മുടെ പ്രജ്ഞയ്ക്ക് തന്നുകൊണ്ട് നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ചൈതന്യമാണ് യഥാർത്ഥത്തിൽ താര. അപ്പോൾ താര വെറും ഒരു ദേവതയല്ല. അതിൽ ബുദ്ധമതക്കാരുടെ രീതി സൗമ്യതയാണെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ രീതി ഉഗ്രതയാണ്. എന്നാൽ സനാതനധർമ്മത്തിലും സൗമ്യ രൂപത്തിൽ നമുക്ക് കാണാം. അപ്പം ഇത്രയുമാണ് നമുക്ക് താരയുടെ
തത്വമായിട്ട് പറയാനുള്ളത് പ്രസ്തുത നവരാത്രി കാലത്ത് ഇനിയും ആഴത്തിൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ സാഹചര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് താരയെക്കുറിച്ച് വിശദമായി സംസാരിക്കാം.